നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആദ്യ കളിയിൽ വിജയം കൈവിട്ടതിന് രണ്ടാം കളിയിൽ ഗോൾ വർഷം നടത്തിക്കൊണ്ട് പരിഹാരം ചെയ്യാനാണ് ബെൻഫിക്ക ശ്രമിച്ചത്. ഓക്ലാൻഡ് സിറ്റിക്ക് 6 ഗോൾ കിട്ടി. വല്ലാത്തൊരവസ്ഥയാണ് അവരുടേത്. ആദ്യ കളിയിൽ 10 ഗോളാണ് അവർക്ക് ബയൺ മ്യൂണിക്ക് കൊടുത്തത്. ഇപ്പോൾ 6 ഗോൾ ബെൻഫിക്ക. അങ്ങനെ 2 കളിയിൽ നിന്ന് 16 ഗോളുകൾ അവർ വാങ്ങിയിരിക്കുകയാണ്. ഏതായാലും 6-0 വിജയം ബെൻഫിക്ക നേടുമ്പോൾ അതിൽ 2 ഗോളുകൾ ആംഗൽ ഡി മരിയയുടെ വകയാണ്. രണ്ടും പെനാൽറ്റിയിലൂടെയായിരുന്നു എന്നതും ശ്രദ്ധിക്കുക. 2 പകുതികളുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റികൾ അദ്ദേഹം ഗോളാക്കി മാറ്റുകയായിരുന്നു. ഏതായാലും ഈ 6 ഗോൾ വിജയം ബൊക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പറയാതെ വയ്യ. എന്ത് സംഭവിക്കും ബൊക്കയുടെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇനി അർജന്റീൻ ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന് കാണേണ്ടത്. ബയണുമായിട്ടുള്ള അവരുടെ കളി നടക്കുകയാണല്ലോ. ഏതായാലും ബെൻഫിക്ക ഈ കളിയിൽ വിജയിക്കുക, കൂടുതൽ ഗോൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ ഇറങ്ങിയതാണ്. ഏതാണ്ട് ഒരു സെമി പ്രൊഫഷണൽ ടീം എന്ന രൂപത്തിലാണ് ഓക്ലാൻഡ് സിറ്റി ഉള്ളത്. നമ്മൾ നേരത്തെ അവരുടെ ടീമിൻ്റെ അവസ്ഥ വിശദീകരിച്ചതാണ് മറ്റൊരു വീഡിയോയിൽ. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആംഗൽ ഡി മരിയയും പാവലിഡീസും അക്തർ കോഗിളും ഒക്കെ ഒരുമിച്ചാണ് ബെൻഫിക്കയ്ക്കായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് ബെൻഫിക്ക ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. അത് പെനാൽറ്റിയിലൂടെ ആംഗൽ ഡി മരിയ നേടുകയായിരുന്നു. രണ്ടാം പകുതിയിൽ പാവലിഡീസ് 53-ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു. പിന്നാലെ സാഞ്ചസിൻ്റെ ഗോൾ വരുന്നു 63-ാമത്തെ മിനിറ്റിൽ. കളി ബെൻഫിക്ക പൂർണ്ണമായിട്ടും കയ്യിൽ വെച്ചു. പിന്നീട് 76-ാമത്തെ മിനിറ്റിലും 78-ാമത്തെ മിനിറ്റിലും ബെറീറയുടെ ഗോൾ കൂടി വന്നതോടെ 5-0 ലീഡിലേക്ക് അവർ പോയി. അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി വീണ്ടും ഡി മരിയ ഗോളാക്കിയപ്പോൾ 6-0 വിജയത്തിലേക്കാണ് ബെൻഫിക്ക പോയിരിക്കുന്നത്. ഇപ്പോൾ 2 കളികളിൽ നിന്ന് 4 പോയിന്റാണ് ബെൻഫിക്കയ്ക്കുള്ളത്. അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള സാധ്യത സജീവമാക്കി നിർത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.